ഹലോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ജോസഫ് എലിസബത്തൻ ഏജിൻ്റെ എക്സാം ബേസ്ഡ് വീഡിയോൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് 2യുടെ ബാക്കി 2 യൂണിറ്റ്സ് ആയിട്ടുള്ള പ്രോസിൽ നോൺ ഡീറ്റെയിൽഡ് പ്രോസായിട്ട് നമുക്ക് എൻ അപ്പോളജി ഫോർ പോയട്രി ദെൻ ഉട്ടോപ്പിയ ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ടൈമിൽ യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ട്സാണ് നമ്മൾ വീഡിയോസിൽ ഇൻക്ലൂഡ് ആകുന്നത്. അതുപോലെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ചാനലിൽ കയറിയിട്ട് ജോസഫ് എലിസബത്തൻ ഏജ് എന്നുള്ള നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റത്തെ പ്രോസ് ഫിലിപ്പ് സിഡ്നിയുടെ എൻ അപ്പോളജി ഫോർ പോയട്രി എന്നുള്ള പ്രോസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ എന്താണെന്ന് നോക്കാം. എൻ അപ്പോളജി ഫോർ പോയട്രി ഓൾസോ നോൺ ആസ് ദ ഡിഫെൻസ് ഓഫ് പോസി. അപ്പോൾ ഇങ്ങനെയും നമ്മുടെ ഈ ഒരു പ്രോസ് അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ഇൻ ഇംഗ്ലീഷ്. ദെൻ ഇറ്റ് വാസ് റിട്ടൺ ബൈ ഫിലിപ്പ് സിഡ്നി ഇൻ 5080s. The essay passionately defend poetry at the time when it was under attack, particularly by Puritan critics. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈമിൽ പ്യൂരിറ്റൻസ് ഈ പോയട്രിയുടെയും അതുപോലെ തന്നെ ലിറ്ററേച്ചറിനൊക്കെ എതിരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അവർ ഈ ഒരു പോയട്രീനെ വളരെ താഴ്ത്തി കെട്ടി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടും നമ്മുടെ സ്റ്റീഫൻ ഗോസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ നമ്മുടെ പോയട്രീനെ പറ്റിയിട്ട് വളരെ താഴ്ത്തി കെട്ടി പറയുന്നുണ്ട് ഒരു എസ്സേയിൽ. അപ്പോൾ അതിന് എതിരായിട്ടാണ് ഫിലിപ്പ് സിഡ്നി ഈ ഒരു പ്രോസ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഡിഫെൻസ് ഓഫ് പോസി എന്നിവിടെ പറയുന്നത്. ദെൻ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പോയട്രി എഴുതാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോസ് എഴുതാനുള്ളൊരു സാഹചര്യം എന്താണെന്ന് നോക്കാം. ഫിലിപ്പ് സിഡ്നി റോട്ട് എൻ അപ്പോളജി ഫോർ പോയട്രി ആസ് എ റെസ്പോൺസ് ടു സ്റ്റീഫൻ ഗോസൺ പാംഫ്ലെറ്റ് ടൈറ്റിൽ ദി സ്കൂൾ ഓഫ് അബ്യൂസ്. ദി സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്ന പാംഫ്ലെറ്റിലാണ് അദ്ദേഹം പോയട്രീനെ പറ്റിയിട്ട് പറയുന്നത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോയട്രി വേസ്റ്റ് ഓഫ് ടൈമാണ്, അതുപോലെ തന്നെ പോയട്രി കൊണ്ട് ഒരു യൂസ് ഇല്ല, ഇത് ആളുകളെ വഴിതെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരായിട്ട് ഇങ്ങനെയൊന്നുമല്ല, പോയട്രിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫിലിപ്പ് സിഡ്നി ഈ ഒരു ഡിഫെൻസ് ഓഫ് പോസി അല്ലെങ്കിൽ അപ്പോളജി ഫോർ പോയട്രി എന്നുള്ളൊരു കാര്യം എഴുതുന്നത്. ആൻഡ് which harshly criticized poetry, music and theatre for being immoral and misleading. അദ്ദേഹം പറയുന്നത് പോയട്രി, ലിറ്ററേച്ചർ അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ നമ്മുടെ അന്നത്തെ ആ ഒരു സൊസൈറ്റീനെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഗോസൺ പറയുന്നത്. ആൻഡ് ഗോസൺ ഹാഡ് ഡെഡിക്കേറ്റഡ് ഹിസ് വർക്ക് ടു സിഡ്നി വിത്തൗട്ട് ഹിസ് കൺസെൻറ്റ്. ആൻഡ് ഗോസൺ എന്ത് ചെയ്യുന്നുണ്ട്, സിഡ്നിക്ക് ഈ ഒരു വർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഫീലിംഗ് ദി നീഡ് ടു പ്രൊട്ടക്ട് ദി വാല്യൂ ഓഫ് പോയട്രി, സിഡ്നി കമ്പോസ്ഡ് ദിസ് എസ്സേ ടു റെഫ്യൂട്ട് ദി ചാർജസ് ആൻഡ് ഹി ഹൈലൈറ്റ് ദി പവർ ഓഫ് പോയട്രി ടു ടീച്ച്, ഇൻസ്പയർ ആൻഡ് അപ്ലിഫ്റ്റ് ഹ്യൂമാനിറ്റി. അങ്ങനെ ഈ ഒരു എസ്സേ അല്ലെങ്കിൽ ഈ ഒരു കാര്യം കാണുന്ന സമയത്ത് നമ്മുടെ ഫിലിപ്പ് സിഡ്നിക്ക് തോന്നുന്നുണ്ട് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഈ പോയട്രീൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നമ്മുടെ സൊസൈറ്റീനെ അറിയിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം ഈ സ്റ്റീഫൻ ഗോസൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് ഒരു റെസ്പോണ്ടായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് പോലെയാണ് നമ്മുടെ ഈ വർക്ക് എഴുതുന്നത്. ആൻഡ് ഹി ഓൾസോ ഹൈലൈറ്റ് ദി പവർ ഓഫ് പോയട്രി ടു ടീച്ച്, ഇൻസ്പയർ ആൻഡ് അപ്ലിഫ്റ്റ് ഹ്യൂമാനിറ്റി. അദ്ദേഹം എന്തുകൂടെ പറയുന്നുണ്ട്, നമ്മുടെ പോയട്രിക്ക് ഹ്യൂമാനിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള കഴിവിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. കാരണം നമുക്ക് പോയട്രിയിലൂടെ അറ്റ് ദി സെയിം ടൈം ഒരു എൻ്റർടൈനിങ്ങും അതുപോലെ തന്നെ നമുക്ക് മോറൽ വാല്യൂസും പഠിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്, ഫിലിപ്പ് സിഡ്നി പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഏകദേശം ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സമ്മറി, മെയിൻ പോയിൻറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സമ്മറി കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സമ്മറി വായിച്ച് നോക്കുക. സമ്മറി ഞാൻ വായിക്കുന്നില്ല. നമുക്കിനി ഇതിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എസ്സേനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മറി ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങളിത് വായിച്ച് നോക്കുക, എന്നാലേ നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് കൂടുതൽ വേർഡ്സ് കിട്ടുള്ളൂ. നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പേർപ്പസ് ഓഫ് ദി എസ്സേ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടു ഡിഫെൻഡ് പോയട്രി അഗെയിൻസ്റ്റ് മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ ക്രിറ്റിസിസം എക്സ്പെഷ്യലി ഫ്രം സ്റ്റീഫൻ ഗോസൺസ് ദി സ്കൂൾ ഓഫ് അബ്യൂസ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു പോയട്രീനെ, ഈ ഒരു എസ്സേയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പോയട്രിയെ ഡിഫെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ രക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ദെൻ കീ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കീ ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മുടെ എസ്സേയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സമ്മറി ഞാൻ കൊടുത്തതിൽ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിൻറ്റ്സ് നോട്ട് ഔട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ എസ്സേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് വെച്ചാൽ, പോയട്രി ഈസ് ആൻ ആൻഷ്യൻ ആൻഡ് നോബിൾ ആർട്ട്. പോയട്രി എന്ന് പറയുന്നത് ഒരു നോബിൾ ആൻഡ് ആൻഷ്യൻ്റ് ആയിട്ടൊരു ആർട്ടാണ്. ദെൻ ഇറ്റ് ടീച്ചസ് മോറൽ ലെസൺസ് വൈൽ ഗിവിങ് പ്ലഷർ. അറ്റ് ദി സെയിം ടൈം അത് പ്ലഷർ കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു മൊമെൻറ്റിൽ തന്നെ അത് മോറൽ ലെസൺസ് ടീച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സുപ്പീരിയർ ടു ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ബിക്കോസ് ഇറ്റ് ക്യാൻ ഇൻസ്പയർ ആക്ഷൻസ്. അപ്പോൾ അത് ഫിലോസഫീനെയൊക്കെ അതുപോലെ തന്നെ ഹിസ്റ്ററിയുടെയൊക്കെ സുപ്പീരിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അറ്റ് ദ സെയിം ടൈം അതിനെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ട്. ആൻഡ് പോയിറ്റ്സ് ആർ നോട്ട് ലയേഴ്സ്, ദേ റൈറ്റ് ഇമാജിനേറ്റീവ് ട്രൂത്ത്.
ട്രൂത്ത്. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ ഗോസൻ സ്കൂൾ ഓഫ് അബ്യൂസിൽ പറയുന്നുണ്ട് പോയിറ്റ്സ് ഒക്കെ ലയേഴ്സാണ്, അവർ കള്ളത്തരമാണ് പറയുന്നതെന്നുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് നമ്മുടെ പോയിറ്റ് ഇതിൽ പറയുന്നത്. ദെൻ പോയട്രി അപ്ലിഫ്റ്റ് ദി സോൾ ആൻഡ് ഇംപ്രൂവ് ഹ്യൂമൻ നേച്ചർ. അപ്പോൾ പോയട്രി ഹ്യൂമൻ സോളിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. നമ്മുടെ റൈറ്റർ പറയുന്നത് ഈവൻ ഇഫ് പോയട്രി ഈസ് സംടൈം മിസ്യൂസ്ഡ് ഇറ്റ്സ് ട്രൂത്ത് പർപ്പസ് ഈസ് വെർച്വസ്. അപ്പോൾ ചില സമയത്ത് പോയട്രി ഒരു മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു ട്രൂ ആയിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ട്, അത് വെർച്വസ് ആണ് എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. Then Sidney's vision of the poet. The poet is a creator who brings forth a better world combining beauty with truth. അപ്പോൾ സിഡ്നിയുടെ ഒരു പോയറ്റിൻ്റെ ഒരു വിഷൻ എന്താണെന്നാണ് പറയുന്നത്. പോയറ്റ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്ററാണ്. അദ്ദേഹം ബെറ്റർ വേൾഡ്, അതുപോലെ തന്നെ കമ്പൈനിങ് ബ്യൂട്ടി, ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് കമ്പൈനിങ് ബ്യൂട്ടി വിത്ത് ട്രൂത്ത്, ബ്യൂട്ടിയെ ട്രൂത്തുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട്. ആൻഡ് ടോൺ ആൻഡ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സ്കോളർലി, പാഷനേറ്റ് ആൻഡ് റിട്ടോറിക്കൽ. സിഡ്നി യൂസസ് എക്സാമ്പിൾ ഫ്രം ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഹിസ്റ്ററി ആൻഡ് റിലീജിയൻ ടു സപ്പോർട്ട് ഹിസ് വ്യൂസ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ദെൻ ഇമ്പോർട്ടൻറ്റ് കോട്ട്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഫർദർ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എസ്സേയിലോട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോസ് ഉണ്ട്, അത് ഉട്ടോപ്പിയ. രണ്ടും നമുക്ക് നോൺ ഡീറ്റെയിൽഡ് ആണ്. ഡീറ്റെയിൽഡ് സെക്ഷൻസിൻ്റെ നോട്ട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബേക്കൻ്റെ എസ്സേസിൻ്റെ ഒക്കെ, നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉട്ടോപ്പിയ ഇറ്റ് വാസ് റിട്ടൺ ബൈ സർ തോമസ് മോ. അപ്പോൾ നമുക്കിതിൻ്റെ ഓവർവ്യൂ എന്താണെന്ന് നോക്കാം. ഉട്ടോപ്പിയ ഈസ് എ പൊളിറ്റിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ വർക്ക് റിട്ടൺ ബൈ സർ തോമസ് മോ ഇൻ ലാറ്റിൻ ഇൻ 1516. ദ വേർഡ് ഉട്ടോപ്പിയ ഇറ്റ് സെൽഫ് കം ഫ്രം ഗ്രീക്ക് മീനിങ് നോ പ്ലേസ് ഓർ നോവ് ആൻഡ് ഹിറ്റിംഗ് ദാറ്റ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഇമാജിനറി ഓർ ഐഡിയൽ വേൾഡ്. അപ്പോൾ നമ്മുടെ തോമസ് മോറിൻ്റെ കോൺസെപ്റ്റിലുള്ള ഒരു ഇമാജിനറി വേൾഡ്, അവിടെ ഒരു തിന്മയോ ഒന്നുമില്ലാത്ത പ്യുവർ ആയിട്ടുള്ളൊരു വേൾഡ്, അദ്ദേഹത്തിൻ്റെ ഇമാജിനറി വേൾഡ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദി ബുക്ക് പ്രസൻസ് എ ഫിക്ഷണൽ ഡയലോഗ് ബിറ്റ്വീൻ മോർ ഹിംസെൽഫ് ആൻഡ് ട്രാവലർ നെയ്മഡ് റാഫേൽ ഹിറ്റ്ലോഡെ. ഒരിക്കത് 2 മാർക്കിൽ ഫസ്റ്റ് സെക്ഷനിൽ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ റാഫേൽ ഹിറ്റ്ലോഡയുടെ നെയിം. ആൻഡ് ഹു ഡിസ്ക്രൈബ്സ് ദി ഐലൻഡ് ഓഫ് ഉട്ടോപ്പിയ, എ പ്ലേസ് വിത്ത് പെർഫെക്റ്റ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈമിൽ നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസും അതുപോലെ തന്നെ ഒട്ടും ഫെയർ അല്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധം പോലെയാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. എ പ്ലേസ് വിത്ത് പെർഫെക്റ്റ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം. ഇറ്റ് ഈസ് ബോത്ത് എ ക്രിട്ടിക് ഓഫ് 16th സെഞ്ച്വറി യൂറോപ്യൻ സൊസൈറ്റി ആൻഡ് എ വിഷൻ ഓഫ് എൻ ഐഡിയൽ കമ്മ്യൂണിറ്റി. ആ ടൈമിലുണ്ടായിരുന്ന 16th സെഞ്ച്വറിയിലുള്ള യൂറോപ്യൻ സൊസൈറ്റിയെ ഒരു ക്രിട്ടിക്കും അതുപോലെ തന്നെ വിഷൻ ഓഫ് എൻ ഐഡിയൽ കമ്മ്യൂണിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു ഐഡിയൽ കമ്മ്യൂണിറ്റീൻ്റെ ഒരു റെപ്രസെൻറ്റേഷനും കൂടെയാണ് ഈ വർക്ക്. ദെൻ എന്തുകൊണ്ടാണ് തോമസ് മോർ ഈ വർക്ക് എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. തോമസ് മോർ റോട്ട് ഉട്ടോപ്പിയ ഡ്യൂറിങ് ദി റിനൈസൻസ്, എ പീരീഡ് ഓഫ് ഗ്രേറ്റ് സോഷ്യൽ ചേഞ്ച്, ടു ക്രിട്ടിക് ദി കറപ്ഷൻ, ഇൻഇക്വാലിറ്റി ആൻഡ് അൺജസ്റ്റിസ് ഹി സോ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് യൂറോപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈമിൽ നിലനിന്നിരുന്ന ഒരുപാട് കറപ്ഷൻ, ഇൻഇക്വാലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് എഴുതുന്നത്. ആൻഡ് ദി ബുക്ക് വാസ് നോട്ട് മീൻ ടു പ്രസൻറ്റ് എ പെർഫെക്റ്റ് മോഡൽ ടു കോപ്പി ബട്ട് റാദർ ടു പ്രൊവോക്ക് ത്രൂ അബൌട്ട് ഹൗ സൊസൈറ്റി കുഡ് ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എങ്ങനെയാവണം, അവിടുത്തെ ആളുകൾ എങ്ങനെയാവണം, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കംപ്ലീറ്റ് സോഷ്യൽ സിസ്റ്റം എങ്ങനെയാവണം എന്നൊക്കെയാണ് മോർ ഈ ഒരു വർക്കിലൂടെ പറയുന്നത്. ഇറ്റ് റിഫ്ലക്ട് മോസ് ഹ്യൂമനിസ്റ്റ് ബിലീഫ് ആൻഡ് കോമ്പൈൻ സാറ്റയർ വിത്ത് സീരിയസ് ഫിലോസഫിക്കൽ ഐഡിയാസ്. അപ്പോൾ ഹാസ്യത്തിലൂടെയാണ് ഈ ഒരു വർക്കിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സെറ്റയർ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ ഒരു ഐഡിയൽസൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് അടുത്ത പോയിൻറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ഇതിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതുകൂടെ ഒന്ന് വായിച്ച് നോക്കുക. ഈ ഒരു സമ്മറിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സൊക്കെ എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Then it is a political, philosophical, humanistic satire, fictional dialogue. Structure എന്ന് പറയുമ്പോൾ the book was divided into 2. ഫസ്റ്റ് ബുക്കിൽ ക്രിട്ടിക് ഓഫ് യൂറോപ്യൻ സൊസൈറ്റി, ദെൻ സെക്കൻഡ് ബുക്കിലാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഐഡിയൽ ഐലൻഡ് ഓഫ് ഉട്ടോപ്പിയ. ഫസ്റ്റത്തെ ബുക്കിൽ യൂറോപ്യൻ സൊസൈറ്റീനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറയുന്നത്, സെക്കൻഡ് ബുക്കിലാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയൽ ഇമാജിനറി വേൾഡിനെ പറ്റി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇമാജിനറി വേൾഡിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വരാം, അത് നിങ്ങൾ നോക്കുക. ദെൻ കീ ഫീച്ചേഴ്സ് ഓഫ് ദി ഉട്ടോപ്യൻ സൊസൈറ്റി, നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഇതാണ് അതിലത്തെ മെയിൻ പോയിന്റ്
പോയിൻറ്റ്സ് മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിലുള്ള ഒരു യൂട്ടോപ്യൻ സൊസൈറ്റിയിൽ നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല, കോമൺ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്, 6 hour വർക്ക് ഡേയ്സ്, ഈക്വൽ എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ, റിലീജിയസ് ടോളറൻസ്, ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, സിമ്പിൾ ആൻഡ് മോഡസ്റ്റ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിലുള്ള ആ ഒരു യൂട്ടോപ്യൻ സൊസൈറ്റീൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന എല്ലാ അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും എതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അതിനൊക്കെ വിപരീതമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിലുള്ളത്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഇലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ സമ്മറിയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കണം. നമ്മുടെ ടെക്സ്റ്റിലും ഈ ഒരു കാര്യം ഇലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ദെൻ ഇതിൽ തീംസ് എന്ന് പറയുന്നത് ഐഡിയൽ വേഴ്സസ് റിയൽ സൊസൈറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി, then criticism of greed, corruption and inequality, the role of education and rational thinking. അന്നത്തെ ആ ഒരു ആർത്തി, അതുപോലെ തന്നെ കറപ്ഷൻ, അഴിമതിയെ, ഇൻഈക്വാലിറ്റി, അതിനൊക്കെ എതിരെ അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ ദി റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റാഷണൽ തിങ്കിങ്. ദെൻ ഇതിൻ്റെ ടോൺ സാറ്ററിക്കലാണ്, ഫിലോസഫിക്കലാണ്, തോട്ട് പ്രൊവോക്കിംഗ് ആണ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ടേംസ്, ഉട്ടോപ്പിയോൻ്റെ മീനിങ് എന്ന് പറയുന്നത് നോ പ്ലേസ് എന്നാണ്, എന്ന് വെച്ചാൽ അതൊരു ഇമാജിനറി ലാൻഡാണ്. ദെൻ ഹിത്ലോഡെ സ്പീക്കർ ഓഫ് നോൺസെൻസ് സജസ്റ്റിംഗ് ഐറണി ഇൻ ഹിസ് ടെയിൽസ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ട്സൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്സ് കാണുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിലാണ് നമ്മൾ ഇനി സെക്കൻഡ് സെമ്മിൻ്റെ നോട്ട്സും ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ അറിയിക്കുക. അതിനനുസരിച്ച് നമ്മൾ ബാക്കി നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എഴുതാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്